അഡ്വക്കേറ്റ് ജോസഫ് മാത്യു, ഈ കേസിൻ്റെ സ്റ്റാറ്റസ് കോ എന്താണിപ്പോൾ? എന്താണ് ഇതിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ? എത്ര കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്? എത്ര കേസുകളിൽ കുറ്റപത്രം സമർപ്പിച്ചിട്ടുണ്ട്? മാത്രമല്ല, മേപ്പാടി പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത കേസ് മാത്രമല്ല, തിരുവനന്തപുരത്ത് ക്രൈംബ്രാഞ്ച് ഓഫീസിൽ രജിസ്റ്റർ ചെയ്ത ഒരു കേസുണ്ട്. ആ കേസിൽ വല്ല നടപടിയുമുണ്ടായോ? താങ്കൾ തന്നെ ഇതൊക്കെ ചൂണ്ടിക്കാണിച്ച്, അതായത് ഈ കേസന്വേഷണത്തിൽ അലംഭാവമൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ചീഫ് സെക്രട്ടറിക്ക് ഒരു കത്ത് നൽകിയിരുന്നു. അതിലെന്തെങ്കിലും മറുപടി ലഭിച്ചോ? ചീഫ് സെക്രട്ടറിക്ക് മുട്ടിൽ മരമുറി കേസുമായി ബന്ധപ്പെട്ട് കത്ത് കൊടുത്താൽ മറുപടി നൽകില്ല. കാരണം അദ്ദേഹം റവന്യൂ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരിക്കുന്ന സമയത്താണല്ലോ ഇത്തരത്തിലൊരു ഉത്തരവ് ഇറങ്ങിയത്. ഈ ചീഫ് സെക്രട്ടറി അടക്കം പ്രതിസ്ഥാനത്ത് നിർത്തേണ്ടതല്ലേ? നോക്കൂ, ഈ നടന്ന മരം കൊള്ളയുമായി ബന്ധപ്പെട്ട് 2021 ജൂൺ മാസത്തിലാണ് മീനങ്ങാടി പോലീസ് ക്രിമിനൽ കേസ് രജിസ്റ്റർ ചെയ്തത്. അതൊക്കെ നമ്മൾ നേരത്തെ ചർച്ച ചെയ്തിരുന്നു. മീനങ്ങാടി പോലീസ് രജിസ്റ്റർ ചെയ്തു. അന്ന് രജിസ്റ്റർ ചെയ്ത കേസുകളിൽ നോക്കൂ, സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ഇത് സംബന്ധിച്ച ഒരു പൊതു താൽപര്യ ഹർജി വന്നപ്പോൾ ADGP യോടും മറ്റും സംസ്ഥാന പോലീസ് മേധാവിയും ഒക്കെ അവിടെ അണ്ടർടേക്ക് ചെയ്ത കാര്യങ്ങളൊക്കെ ഞാൻ കഴിഞ്ഞ ദിവസത്തെ ചർച്ചയിൽ പറഞ്ഞിരുന്നു. എന്നിട്ടും ഒരു SIT ഫോം ചെയ്ത് ആ SITയുടെ അന്വേഷണത്തിലാണ് ഈ ക്രൈം നമ്പർ 281 കേസുകൾ മുഴുവൻ പോയിക്കൊണ്ടിരിക്കുന്നത്. 43 കേസുകളാണ് ആ ഒരൊറ്റ ക്രൈമിൽ രജിസ്റ്റർ ചെയ്ത്. അതുകൂടാതെ വേറെയുണ്ട്, ഏകദേശം 50ഓളം കേസുകളാണ്. ഈ 50ഓളം കേസുകൾ അന്ന് മുതൽ രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തിയെങ്കിലും എല്ലാം അന്വേഷണം പൂർത്തിയായെന്ന് പറഞ്ഞാലും ഇപ്പോഴും കുറ്റപത്ര സമർപ്പണം പൂർത്തിയായില്ല എന്നുള്ളതാണ് ഒരു വസ്തുത. അപ്പം 4 വർഷങ്ങൾ കഴിഞ്ഞ് 4.5 വർഷത്തോളം കഴിഞ്ഞു. ഇനി ഇത് ഞാൻ ഓൾറെഡി പറഞ്ഞ കാര്യമാണ്, സമർപ്പിച്ചിരിക്കുന്ന കുറ്റപത്രങ്ങൾ ഞാനിപ്പോഴും ഉറപ്പിച്ചു പറയുന്നു, എല്ലാം വളരെ ദുർബലമായ വകുപ്പുകളാണ്. അത് വെച്ചിട്ട് ഒരു പ്രോസിക്യൂഷനെ സംബന്ധിച്ചിടത്തോളം നല്ല ഒരു പ്രോസിക്യൂഷന് കേസ് കൃത്യമായി നടത്താൻ കഴിയില്ല. കാരണം ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് സെർച്ച് ഫോർ ട്രൂത്ത്സ് എന്നാണ്. സത്യം കണ്ടെത്താനാണല്ലോ ഇൻവെസ്റ്റിഗേഷൻ. അപ്പൊ സെർച്ച് ഫോർ ദ ട്രൂത്ത് എന്ന് പറയുമ്പോൾ നമ്മൾ വി ഹാവ് ടു കളക്ട് ആൾ എവിഡൻസസ്, ഓറൽ എവിഡൻസ്, ഡോക്യുമെന്ററി എവിഡൻസ് ആൻഡ് അതർ എവിഡൻസ്. എവിഡൻസ് ആക്ട് പറയുന്നതാണ്. അപ്പൊ അത് എല്ലാം കളക്ട് ചെയ്യുക എന്നുള്ളത് അന്വേഷണ ഉദ്യോഗസ്ഥന്റെ ചുമതലയാണ്. അതാണ് ഇൻവെസ്റ്റിഗേഷൻ. പക്ഷെ ഈ കേസിൽ അതൊന്നും നടന്നിട്ടില്ല. അതാണ് ഞാനത് തുടക്കത്തിലെ വ്യക്തമായി പറഞ്ഞത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു കുറ്റപത്രം കോടതിയിൽ സമർപ്പിച്ചു. അതിനി പ്രോസിക്യൂട്ടർക്ക് ഈ കേസിനകത്ത് ഒന്നും കൂടുതൽ ഇതിനെ ഒന്ന് ബെറ്ററാക്കി തെളിവുകൾ കോടതിയിൽ കൊടുക്കാൻ കഴിയില്ല. അപ്പൊ കേസ് മൊത്തത്തിൽ വിട്ടുപോകും. അല്ല സാർ, സ്വാഭാവികമായും ഈ കുറ്റപത്രത്തിലെ വീഴ്ചകൾ താങ്കൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ടാവില്ലേ അന്വേഷണ ഉദ്യോഗസ്ഥരോട്? അവർ നൽകുന്ന വിശദീകരണം എന്താണ്? എവിടെയാണ് ഈ അന്വേഷണം അട്ടിമറിക്കപ്പെടുന്നത്? എവിടെയാണ് ഒരു സന്ധി ചേരൽ ഉണ്ടാകുന്നത്? തുടക്കത്തിൽ മുട്ടിൽ മരമുറി കേസുണ്ടായ സമയത്ത് എല്ലാ പ്രതികളെയും നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരും, ഏത് ഉന്നതരാണെങ്കിലും നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരും എന്നൊക്കെയാണ് വനമന്ത്രി അടക്കമുള്ളവർ പറഞ്ഞത്. പക്ഷേ നോക്കൂ, പിന്നെ ഇതെല്ലാം വിസ്മൃതിയിലാവുകയാണ്. മാത്രമല്ല, ഈ കാട്ടുകൊള്ളക്കാർ ഒരു ചാനൽ വിലക്കെടുത്ത് ഇപ്പോൾ സത്യത്തെയും ധർമ്മത്തെയും കുറിച്ച് അവർ പ്രേക്ഷകരെ പഠിപ്പിക്കുകയാണ്, കേരളത്തിലെ ജനങ്ങളെ മൊത്തം പഠിപ്പിക്കുകയാണ്. ആ ഒരു തലത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചു. മാത്രമല്ല, ഭരണകൂടത്തിൻ്റെ കുഴലൂത്തുകാരായിട്ട് മാറിയിരിക്കുകയാണ് അവർ. ഏത് വിഷയം ഉണ്ടായിക്കഴിഞ്ഞാലും സർക്കാരിനെ സംരക്ഷിക്കുന്ന ഒരു സമീപനം ഈ ചാനലിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നു. ആ ഇടതുപക്ഷത്തിൻ്റെ രാഷ്ട്രീയ പ്രതിയോഗികളെ നിശിതമായി വിമർശിക്കുക, അവർക്കെതിരെ കള്ളവാർത്തകൾ, വ്യാജ വാർത്തകൾ കൊടുക്കുക, ഇതൊക്കെയാണ് ഇപ്പോൾ ഇവരുടെ ശൈലി. ഇവർ അവലംബിക്കുന്ന ഒരു സമീപനം അതാണ്. അപ്പോൾ നോക്കൂ, എവിടെയാണ് ഒരു സന്ധി ചേരൽ ഉണ്ടായത്? എവിടെയാണ് ഒത്തുതീർപ്പ് ഉണ്ടായത്? അതൊന്ന് താങ്കൾക്ക് പറയാമോ? ഈ 2021 തന്നെ ബഹുമാന്യനായ വനംവകുപ്പ് മന്ത്രി പറഞ്ഞിരുന്നു, കുറ്റക്കാർക്ക് തീർച്ചയായിട്ടും ശിക്ഷ കൊടുക്കും, ആരായാലും ഇത് കൊണ്ടുവരും എന്നൊക്കെ അദ്ദേഹം പറഞ്ഞതൊക്കെ മാധ്യമങ്ങളിലൊക്കെ കണ്ടിരുന്നു. അദ്ദേഹം പറഞ്ഞത് മാത്രമല്ല, പിന്നീട് ബഹുമാനപ്പെട്ട കേരളത്തിന്റെ അഡ്വക്കേറ്റ് ജനറൽ തന്നെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ അണ്ടർടേക്ക് ചെയ്ത കാര്യം കൂടിയാണിത്. ആരായാലും എത്ര ഉന്നതരായാലും ഇതിനകത്ത് ഇൻവോൾവ് ആയിട്ടുള്ളവരെല്ലാം കൊണ്ടുവരുമെന്ന് പറഞ്ഞു. അങ്ങനെയാണല്ലോ SIT ഫോം ചെയ്തത്. പക്ഷേ ആ SIT നടത്തിയ അന്വേഷണത്തിനകത്ത്
വസ്തുതകളൊന്നും വന്നിട്ടില്ല അതിനകത്ത് കൊടുത്തിരിക്കുന്ന. ഞാൻ പറഞ്ഞത് എന്താന്ന് വെച്ചാൽ ഈ ഗൂഢാലോചന വകുപ്പുകളൊക്കെ അതിനകത്ത് ചേർത്തിട്ടുണ്ട്. 120 ആരുമായി ഗൂഢാലോചന നടത്തി അത് തെളിയിക്കേണ്ട ഡ്യൂട്ടി പ്രോസിക്യൂഷന്റെ ആണ്. ആ ഗൂഢാലോചന നടത്തണമെങ്കിൽ there should be somebody from the representing the government. somebody representing the government. അല്ലാണ്ട് ഒരു ആന്റോ അഗസ്റ്റിൻ സഹോദരന്മാർ 3 പേര് മാത്രം ഇരുന്ന് ആലോചിക്കുന്ന അല്ലല്ലോ ഗൂഢാലോചന. ഇത് സർക്കാരിന്റെ ഈ പൊതുമുതൽ ഇത്രയും രീതിയിൽ കൊള്ളയടിക്കപ്പെടണമെങ്കിൽ അതിന് സർക്കാരിന്റെ ഭാഗത്ത് നിന്നുള്ള ആരുമായിട്ടെങ്കിലും ഒരു ചർച്ച നടത്തിയിട്ടുണ്ടാവുമല്ലോ. അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിലാണ് ഈ 120B വരുന്നത്. ഇവിടെ 120B സെക്ഷൻ വെച്ചു എന്നല്ലാണ്ട് അതിനുള്ള യാതൊരു എവിഡൻസും കളക്ട് ചെയ്തിട്ടില്ല. ആരും ഇതിനകത്ത് പങ്കാളികളായിട്ടുമില്ല. അഡ്വക്കേറ്റ് ജോസഫ് മാത്യു, ഇങ്ങനെ വിവാദമായിട്ടുള്ള ഒരു ഉത്തരവ് ഇറക്കിയ ഡോക്ടർ എ ജയതിലക്, ഇപ്പോൾ അദ്ദേഹം സംസ്ഥാനത്തിൻ്റെ ചീഫ് സെക്രട്ടറിയാണ്, അന്ന് റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്നു. ആ ജയതിലക് തന്നെ പ്രതിസ്ഥാനത്ത് വരേണ്ടതല്ലേ? പിന്നെ പ്രതിസ്ഥാനത്ത് നിർത്തേണ്ടത് അന്നത്തെ വയനാട് ജില്ലാ കലക്ടറെ അല്ലേ? ജില്ലാ കലക്ടർ അല്ലെങ്കിൽ ജില്ലാ ഭരണകൂടം അറിയാതെ ഇങ്ങനെ ഒരു മരം കൊള്ള നടക്കുമോ? എന്തുകൊണ്ട് ഉത്തരവാദിത്തമുള്ള ഈ വ്യക്തികളെയൊക്കെ പ്രതിപ്പട്ടികയിൽ നിന്ന് ഒഴിവാക്കി പകരം നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ ഈ പാവപ്പെട്ട അസിസ്റ്റന്റ് വില്ലേജ് ഓഫീസർ അവരെയൊക്കെ ബലിയാടാക്കുകയായിരുന്നില്ലേ? അതായത് ഇതിനകത്ത് ഇതൊരു തീർച്ചയായിട്ടും ഒരു വലിയ വിഷയം. ഇത് തന്നെയാണ് ഞാൻ ആദ്യമേ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. ഈ കേസ് കൃത്യമായ രീതിയിൽ ഇത് കോടതി മുമ്പാകെ ഇതിന്റെ ട്രയൽ നടത്തണമെങ്കിൽ ഇതിനകത്ത് ഇൻവോൾവ് ആയിട്ടുള്ളവരെല്ലാം വരണം. ഇപ്പൊ നിലവിൽ ആകെ ഈ 8 പേര് 9 പേര് പ്രതികളായിട്ടുണ്ട്. അവർ മാത്രം അവരെ പ്രതിസ്ഥാനത്ത് അവരുടെ റോള് പരിശോധിച്ച് കഴിഞ്ഞാൽ ഒരിക്കലും ഇത് പ്രോസിക്യൂഷന് കേസ് പ്രൂവ് ചെയ്യാൻ കഴിയില്ല. ഇനീഷ്യൽ സ്റ്റേജിൽ തന്നെ കേസ് ഫെയിലായി പോകും. അന്വേഷണം നടത്തിയാൽ, സത്യസന്ധമായ അന്വേഷണം നടത്തി വരുമ്പോൾ തീർച്ചയായിട്ടും അതിന്റെ ഭാഗത്ത് വാട്ട് ഈസ് ദ റോൾ പ്ലേഡ് ബൈ ദ പ്രസന്റ് ചീഫ് സെക്രട്ടറി ഡോക്ടർ ജയതിലക് ഇൻ ദിസ് മാറ്റർ? വാട്ട് ഈസ് ദ റോൾ പ്ലേഡ് ബൈ ദ ദെൻ ഡിസ്ട്രിക്ട് കളക്ടർ ഓഫ് വയനാട്? ഇതൊക്കെ വരണം. അത് വരണമെങ്കിൽ ആ രീതിയിലേക്കുള്ള അന്വേഷണം കൂടി പോകേണ്ടിയിരുന്നു. അങ്ങനെ അന്വേഷണം കൊണ്ടുപോകുവാൻ SIT തീരുമാനിച്ചതായിരുന്നു എന്നുള്ളതൊരു വസ്തുതയാണ്. 2021 കേസ് റെക്കോർഡ്സിൽ അതുണ്ട്. പക്ഷേ 1 ഇഞ്ച് ആ ഭാഗത്തേക്ക് അന്വേഷണം പോയിട്ടില്ല. അതിനകത്ത് ഈ ഉത്തരവിറങ്ങിയത് ആദ്യം ഒരു പരിപത്രം ഇറങ്ങി മാർച്ച് 11 2020. അതിനുശേഷം 24/10/2020 ഈ ഉത്തരവിറങ്ങുന്നു. പിന്നീട് 2/2/2021 ഈ 2 ഉത്തരവുകളെയും അസാധുവാക്കി അത് 2നെയും ക്യാൻസൽ ചെയ്തുകൊണ്ട് 3ാമതൊരു ഉത്തരവിറങ്ങുന്നു. വിവിധ തരത്തിലുള്ള ഈ ഉത്തരവുകൾ ഇങ്ങനെ ഇറങ്ങാനുള്ള ഇടയായ സാഹചര്യം എന്തെന്ന് അന്വേഷിച്ചിട്ടില്ല. അത് ഞാൻ കൃത്യമായിട്ട് ADGPയോടും ആദ്യ അന്വേഷണ ഉദ്യോഗസ്ഥൻ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ അന്വേഷണ ഉദ്യോഗസ്ഥനായ DYSP ബെന്നിക്ക് തന്നെ ഞാനിത് എഴുതി കൊടുത്തിരുന്നു. ADGPക്കും കൊടുത്തു. പിന്നീടാണ് ഞാൻ ചീഫ് സെക്രട്ടറിക്കും കൊടുത്തത്. ഇതെല്ലാം കൊടുത്തിട്ടൊന്നും അന്വേഷണത്തില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് തീർച്ചയായിട്ടും ഇത് ഈ ക്രിമിനൽ കേസ്, ഇപ്പോൾ കൊടുത്തിരിക്കുന്ന ക്രിമിനൽ കേസ് ഒരിക്കലും ഒരു സത്യസന്ധമായ അന്വേഷണത്തിന്റെ റിസൾട്ട് അല്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത് അന്വേഷിക്കുക. എന്റെ അറിവിൽ ഞാൻ മനസ്സിലാക്കിയിടത്തോളം നിലവിലുള്ള നിയമത്തിന്റെ ബലത്തിലും ഈ കേസിന്റെ ഫാക്ച്വൽ സിറ്റുവേഷൻ പരിശോധിച്ചാലും ഈ കേസിൽ പ്രതികൾ ഈസിയായിട്ട് കുറ്റമുക്തരാക്കപ്പെടും. ഇപ്പോഴുള്ള പ്രതികൾ കുറ്റമുക്തരാക്കപ്പെടും. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഞാൻ എഴുതിയത് കാരണം ഇത്രയും വലിയ ഒരു സംഭവമാണ് നടന്നത്. കേരളത്തിലെ പൊതുഖജനാവിന് കോടികൾ നഷ്ടം വരുത്തിയ ഒരു ഇഷ്യൂ ആണ്. ഇതിനകത്ത് കുറെ സെക്ഷൻസ് എഴുതി വെച്ചുകൊണ്ട് കാര്യമില്ല. അന്വേഷണ ഉദ്യോഗസ്ഥൻ കുറെ വകുപ്പുകൾ എഴുതി. ആ വകുപ്പുകൾ പ്രകാരം കേസ് നിൽക്കുന്നു എന്ന് പറഞ്ഞ് കുറെ കടലാസിൽ എന്തൊക്കെയോ എഴുതി കൊടുത്തു. ആ വകുപ്പുകൾ എങ്ങനെ നിൽക്കും എന്ന് പറയണം. അത് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെയും കേരള ഹൈക്കോടതിയുടെയും ജഡ്ജ്മെന്റുകൾ എടുക്കും. ഞാൻ അത് കോട്ട് ചെയ്തുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത്. എങ്ങനെയാണ് ഈ ചാർജ് നിൽക്കുന്നത് എന്നുള്ളതെല്ലാം വളരെ വിശദമായി എഴുതി കൊടുത്തിട്ടുണ്ട് ഞാൻ.